ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 6. ധ്യാനയോഗം. ശ്ലോകം 9, പേജ് നമ്പർ 332. സുഹൃന്മിത്രാര്യുദാസീനമധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യത്തെ. പദാനുപദം. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു. സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, മധ്യസ്ഥൻ, യുദ്ധം ചെയ്യുന്നവരുടെ ഇടനിലക്കാരൻ, ദ്വേഷ്യൻ, ബന്ധു എന്നിവരിലും സാധുഷു അപി സജ്ജനങ്ങളിലും പാപേഷു പാപികളിലും സമബുദ്ധിയുള്ളവൻ വിശിഷ്യത്തെ വിശിഷ്ടനാകുന്നു. വിവർത്തനം. സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ഈർഷ്യാലുക്കൾ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെയെല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ്. ശ്ലോകം 10, പേജ് നമ്പർ 332. യോഗി യുഞ്ജീത സതതമാത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീരപരിഗ്രഹഃ. പദാനുപദം. യോഗി രഹസി വിജനസ്ഥലത്ത്, ഏകാകിയായി, സ്ഥിതനായി, യഥചിത്താത്മാ മനസ്സിനെ സംയമിച്ചവനായി, നിരാശി മറ്റൊന്നിനോടും ആകർഷണമില്ലാത്തവനായി, അപരിഗ്രഹഃ സ്വാർത്ഥചിന്തയില്ലാതെ, സതതം എപ്പോഴും, ആത്മാനം സ്വയം, മനോവാഗ് ശരീരങ്ങൾ, യുഞ്ജീത കൃഷ്ണാവബോധത്തിൽ കേന്ദ്രീകരിക്കണം. വിവർത്തനം. ഒരു അതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം. വിജനസ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം. അയാൾക്ക് യാതൊന്നിലും ആശയോ മമതയോ തോന്നരുത്. ഭാവാർത്ഥം.
ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ കൃഷ്ണൻ വിവിധ ഭാവങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. കൃഷ്ണാവബോധമെന്നാൽ എപ്പോഴും അതീന്ദ്രിയമായ പ്രേമത്തോടെ ഭഗവത് സേവനമനുഷ്ഠിക്കുക എന്നർത്ഥം. അവ്യക്തിഗത ബ്രഹ്മത്തോടും പരമാത്മാവിനോടും മമതയുള്ളവരും ഭാഗികമായി കൃഷ്ണാവബോധം നേടിയവർ തന്നെ. കൃഷ്ണൻ്റെ ആത്മീയ കിരണമാണ് അവ്യക്തിഗത ബ്രഹ്മം. പരമാത്മാവ് സർവവ്യാപ്തമായ ഭാഗിക രൂപവിസ്തരണവും. അതിനാൽ അവ്യക്തിഗതവാദിയും ധ്യാനിയും പരോക്ഷമായി കൃഷ്ണാവബോധമുള്ളവരത്രേ. നേരിട്ട് കൃഷ്ണാവബോധമാർന്നവനാണ് അത്യുത്തമനായ അതീന്ദ്രിയജ്ഞാനി. ബ്രഹ്മം, പരമാത്മാവ് എന്നീ പേരുകൾ കൊണ്ടുദ്ദേശിക്കുന്നതെന്തെന്ന് ആ ഭക്തനറിയാം. പരമസത്യത്തെക്കുറിച്ചുള്ള അയാളുടെ അറിവ് പൂർണ്ണമാണ്. എന്നാൽ അവ്യക്തിഗതവാദികളും ധ്യാനയോഗികളും അപൂർണമായ വിധത്തിൽ കൃഷ്ണാവബോധം ഉള്ളവരാണ്. എന്നാൽ ഇവരെല്ലാം താന്താങ്ങളുടെ പദ്ധതികളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും വേഗത്തിലോ പതുക്കെയോ പരിപൂർണതയിലെത്താം. ഒരതീന്ദ്രിയജ്ഞാനി ആദ്യമായി ചെയ്യേണ്ടത് എപ്പോഴും കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കലാണ്. കൃഷ്ണനെപ്പറ്റി എല്ലായ്പ്പോഴും ചിന്തിക്കണം. നിമിഷനേരം പോലും മറന്നു പോകരുത്. ഭഗവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുന്നതാണ് സമാധി. ഏകാഗ്രീകരിക്കാൻ ഒരാൾ ഏകാകിയായിരിക്കുകയും ബാഹ്യവിഷയങ്ങളുടെ ശല്യത്തിൽ നിന്നകലുകയും വേണം. തൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വിലങ്ങടിച്ചു നിൽക്കുന്ന ചുറ്റുപാടുകളെ ഉപേക്ഷിച്ച് അനുകൂലങ്ങളായവ സ്വീകരിക്കാൻ ബദ്ധശ്രദ്ധനായിരിക്കണം. ഉടമസ്ഥതാബോധത്തിൽ കുടുക്കിക്കളയുന്ന അനാവശ്യങ്ങളായ ഭൗതിക വസ്തുക്കളുടെ പിറകെ പായില്ലെന്ന് ദൃഢനിശ്ചയവും അയാൾക്കുണ്ടാവണം. നേരിട്ട് കൃഷ്ണാവബോധ പ്രവർത്തനത്തിലേർപ്പെടുന്നവരിൽ ഈ മുൻകരുതലുകളും പൂർണ്ണതകളുമെല്ലാം തികച്ചും വളർന്നിരിക്കും. ഭൗതിക ലോഭങ്ങൾക്ക് ഏറെയൊന്നും ഇടവയ്ക്കാത്ത സ്വാർത്ഥ പരിത്യാഗത്തെയാണ് നേരിട്ടുള്ള കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ശ്രീലരൂപ ഗോസ്വാമി കൃഷ്ണാവബോധത്തെ ഇങ്ങനെ വിവരിക്കുന്നു. അനാസക്തസ്യ വിഷയാൻ യഥാർഹമുപയുഞ്ജതഃ നിർബന്ധഃ കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യമുച്യത്തെ പ്രാപഞ്ചികതയാ ബുദ്ധ്യാ ഹരിസംബന്ധിവസ്തുനഃ മുമുക്ഷുഭിഃ പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥ്യത്തെ. യാതൊന്നിലും ആസക്തിയില്ലാതെയും അതേസമയം കൃഷ്ണനുമായി ബന്ധമുള്ള ഏതിനെയും സ്വീകരിച്ചുകൊണ്ടും ഉത്തമസ്ഥിതി കൈവരിച്ച ഒരാൾ മമതാബന്ധങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു. മറിച്ച് സർവവിഷയങ്ങളെയും അവ കൃഷ്ണനോട് ബന്ധപ്പെട്ടതാണെന്നറിയാതെ ഉപേക്ഷിക്കുന്നവൻ്റെ പരിത്യാഗം അത്രത്തോളം പൂർണ്ണമല്ല. ഭക്തിരസാമൃത സിന്ധു 2:255-256. സർവവും കൃഷ്ണൻ്റേതാണെന്ന് കൃഷ്ണാവബോധമാർന്ന ഭക്തന് നന്നായി അറിയാം. അതുകൊണ്ട് അയാൾ സ്വാർത്ഥലാഭോന്മുഖങ്ങളായ ചിന്തകളിൽ നിന്ന് മുക്തനാകുന്നു. തനിക്കായിട്ട് എന്തെങ്കിലും ഒന്ന് അയാൾ ആഗ്രഹിക്കാറില്ല. കൃഷ്ണാവബോധപൂർവം ആവശ്യമായവ സ്വീകരിക്കാനും അനുയോജ്യങ്ങളല്ലാത്തവ ത്യജിക്കാനും അയാൾക്ക് കഴിയും. ഇന്ദ്രിയാതീതനാകയാൽ അയാൾ എപ്പോഴും ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. കൃഷ്ണാവബോധം നേടാത്തവരോട് ബന്ധപ്പെടാതെ ഏകാകിയായി ജീവിക്കും. കൃഷ്ണാവബോധമാർന്ന വ്യക്തി ഒരു തികവുറ്റ യോഗിയായിരിക്കും. ഹരേ കൃഷ്ണ.